തിരുവനന്തപുരത്ത് ബി.ജെ.പി കൗൺസിലർ അനിൽകുമാറിന്റെ ആത്മഹത്യാ കേസിൽ സഹകരണ വകുപ്പിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് കൈരളി ന്യൂസിന്. അനിൽകുമാർ പ്രസിഡന്റായ ഫാം ടൂർ സഹകരണ സംഘത്തിൽ വ്യാപക ക്രമക്കേടെന്ന് ഓഡിറ്റ് റിപ്പോർട്ടിൽ. അതേസമയം ബി.ജെ.പി കൗൺസിലർ തിരുമല അനിൽ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ തിരുവനന്തപുരത്തെ ബി.ജെ.പി പ്രവർത്തകർക്കിടയിൽ തർക്കം മുറുകുന്നു. ബി.ജെ.പി നേതൃത്വത്തിനെതിരെ മറ്റൊരു കൗൺസിലറുടെ ഭർത്താവിന്റെ FB പോസ്റ്റ്. വായ്പയെടുത്ത് തിരിച്ചടയ്ക്കാതെ ഭൗതിക ശരീരത്തിന് മുന്നിൽ നിന്ന് കരയാൻ ഉളുപ്പില്ലാത്തവരുണ്ടെന്നാണ് പോസ്റ്റ്. നിർബൻ ചക്രവർത്തി ചേരുകയാണ് വിശദാംശങ്ങളുമായി. നിർബൻ, ഇപ്പോൾ തിരുമല അനിലിന്റെ ആത്മഹത്യയോടുകൂടി ബി.ജെ.പി ഒന്നാകെ വെട്ടിലായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ബി.ജെ.പി നേതൃത്വത്തിനെതിരെ ബി.ജെ.പി അണികൾക്കിടയിൽ തന്നെ പ്രതിഷേധം രൂക്ഷമാകുന്നു. വ്യക്തമായ തെളിവുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ബി.ജെ.പിക്കെതിരെ. കൂടുതൽ വിശദാംശങ്ങൾ. സിന്ധൂരി, തിരുമല അനിലിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃത്വം ഇതുവരെ വാദിച്ചിരുന്ന വാദം മുഴുവൻ പൊളിയുന്നതാണ് ഇന്ന് കൈരളി ന്യൂസ് പുറത്തുവിട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ. അതിലാണ് അവിടുത്തെ ഈ പരാതിയുമായി ബന്ധപ്പെട്ട് പോലീസിന് പരാതി നൽകിയ വത്സലയുടെ ഓഡിയോ സംഭാഷണം നമ്മൾ രാവിലെ തന്നെ പുറത്തുവിട്ടത്. അതിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു തരത്തിലുള്ള സമ്മർദ്ദവും ഉണ്ടായില്ല. അനിൽ പറഞ്ഞു അയച്ചതനുസരിച്ചാണ് താൻ പോലീസിനെ സമീപിച്ചതെന്നും പോലീസ് വളരെ മാന്യമായിട്ടാണ് തിരുമല മായി സംസാരിച്ചതെന്നും ഈ വത്സല തന്നെ വ്യക്തമാക്കുന്ന ഓഡിയോ സംഭാഷണമാണ് നമ്മൾ പുറത്തുവിട്ടത്. തൊട്ട് പിന്നാലെയാണ് ഇതിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ട് സംബന്ധിച്ച സഹകരണ വകുപ്പിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ട്, അനിൽ പ്രസിഡന്റായ സഹകരണ സംഘത്തിനെതിരെയുള്ള ഓഡിറ്റ് റിപ്പോർട്ടിൽ ഗുരുതരമായ കണ്ടെത്തൽ പുറത്തു വരുന്നത്. അതിൽ ഈ പറയുന്ന C ക്ലാസ് അംഗങ്ങൾക്ക് നൽകേണ്ട സഹകരണ വകുപ്പിൻ്റെ ചട്ടപ്രകാരമല്ലാത്ത അനധികൃതമായി വായ്പകൾ നൽകി കോടിക്കണക്കിന് രൂപ പിരിഞ്ഞു കിട്ടാത്ത വായ്പകൾ ഉണ്ടായി. അതിൽ കുടിശ്ശിക സംഭവിച്ചു എന്നടക്കമുള്ള ഗുരുതരമായ കുറ്റങ്ങൾ ഇതിനകത്തുണ്ട്. ബാങ്കിൽ താൽക്കാലിക നിയമനം നടത്തിയതിൽ 1,18,00,000 രൂപയുടെ നഷ്ടം സംഭവിച്ചു. അനുമതിയില്ലാതെ പൊതുഫണ്ട് നഷ്ടപ്പെടുത്തിയത് വഴി 12 ലക്ഷത്തിൻ്റെ ക്രമക്കേട് നടന്നു. അനുമതിയില്ലാതെ C ക്ലാസ് അംഗങ്ങൾക്ക് വായ്പ നൽകിയതിൽ 2.5 കോടി രൂപ കുടിശ്ശികയായി. നഷ്ടമായ തുക സംഘം സെക്രട്ടറിയിൽ നിന്നും ഭരണസമിതി അംഗങ്ങളിൽ നിന്നും പലിശ സഹിതം ഈടാക്കണമെന്നാണ് സഹകരണ വകുപ്പിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ പ്രാഥമിക റിപ്പോർട്ടിൽ തന്നെ പറയുന്നത്. മറ്റ് പല ഗൗരവതരമായ കണ്ടെത്തലും ഉണ്ടായിട്ടുണ്ട്. അത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ സമഗ്രമായ റിപ്പോർട്ടിൽ പറയുന്നുമുണ്ട്. ബാങ്കിൽ താൽക്കാലിക നിയമനം നടത്തിയതിൽ 1,18,00,000 രൂപ, ബാങ്കിൽ സർക്കുലർ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി പലിശ നൽകിയതിൽ 14 ലക്ഷം രൂപ സംഘത്തിന് നഷ്ടം സംഭവിച്ചു തുടങ്ങിയ ആരോപണങ്ങൾ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ബി.ജെ.പിക്കുള്ളിൽ തിരുമല അനിലിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ആഭ്യന്തര കലഹം ഉടലെടുത്തിട്ടുണ്ട്. ബി.ജെ.പിയുടെ ലീഡർഷിപ്പ് വായ്പയെടുക്കുകയും അദ്ദേഹത്തെ ചതിക്കുകയും ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. ബി.ജെ.പി ലീഡർഷിപ്പ് ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല എന്ന ഒരു വിഭാഗം പറയുന്നു. അതിനൊപ്പമാണ് പരസ്യമായ പലരും ഫേസ്ബുക്ക് പോസ്റ്റ് വഴി രംഗത്തെത്തിയിട്ടുള്ളത്. വലിയവിള കൗൺസിലറുടെ ഭർത്താവ് തന്നെ, അതേ ബി.ജെ.പിയുടെ പ്രവർത്തകൻ കൂടിയായിരുന്നു, അദ്ദേഹം തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വായ്പയെടുത്ത് വർഷങ്ങളോളം തിരിച്ചടയ്ക്കാതെ ഇരുന്നിട്ട് അനിച്ചേട്ടൻ്റെ ഭൗതിക ശരീരത്തിന് മുന്നിൽ വന്നു നിന്ന് കരയാൻ ഉളുപ്പ് ഇല്ലാത്തവരും അവിടെ ഉണ്ടായിരുന്നു എന്നത് വേദനാജനകമാണ്. കാശിനു വേണ്ടി മനുഷ്യനെ മരണത്തിലേക്ക് തള്ളിവിട്ടവരെ ഇനിയെങ്കിലും പാർട്ടിയും സംഘവും തിരിച്ചറിയുക എന്നാണ് പറയുന്നത്. ഈ ഒരു പ്രധാനപ്പെട്ട കൗൺസിലർ, വനിതാ കൗൺസിലർ അവിടെ നിന്ന് വായ്പ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ രാവിലെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ വായ്പ കുടിശ്ശിക തിരിച്ചടച്ചില്ല. ഈ പറഞ്ഞ ചികിത്സാ സഹായത്തിന് വേണ്ടി അവർക്ക് പണം നൽകുന്നതിന് വേണ്ടി തിരുമല അനിൽ ഈ വനിതാ കൗൺസിലറോട് യാചിക്കുന്ന സംഭവം അടക്കം ഉണ്ടായി. ഇതിനെ തുടർന്നാണ് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യ എന്ന് സ്ഥിരീകരിക്കുന്നതാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാകുന്നത്. സിന്ധുവിരി. ശരി, വ്യക്തമാണ് നിർബൻ. ബി.ജെ.പി കൗൺസിലർ അനിൽകുമാറിന്റെ ആത്മഹത്യാ കേസിലാണ് ഇപ്പോൾ സഹകരണ വകുപ്പിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് കൈരളി ന്യൂസിന് ലഭിച്ചിരിക്കുന്നത്. ഫാം ടൂർ സഹകരണ സംഘത്തിൽ വ്യാപക ക്രമക്കേടെന്നുൾപ്പെടെയുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നിർബൻ ചക്രവർത്തിയാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.